പൊരിച്ചതുണ്ടേ, കരിമീൻ വറുത്തതുണ്ടേ. ആ വന്നോ? എവിടെയായിരുന്നു നിങ്ങൾ ഈ ഉച്ചവരെ? ഞാനും എവിടെയാണ് പോണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല, അറിയില്ല. നിങ്ങളിങ്ങനെ നാട് തെണ്ടി നടക്കല്ലേ? ഞാനൊരു പൊതുപ്രവർത്തകനാണേ. അപ്പൊ എനിക്ക് പൊതുജനങ്ങളുടെ പല ആവശ്യങ്ങളും ഉണ്ടേ. അങ്ങനെ ഞാൻ പോയിട്ട് വരുന്ന വഴിയാണ്. ഇത്ര ഉച്ചവരെ സമ്പാദിച്ചത് ഉച്ചവരെ സമ്പാദിച്ചത് എന്റെ കയ്യിലോട്ട് താ. ഞാനേ ജനങ്ങളിൽ നിന്ന് കാശ് മേടിച്ചിട്ടില്ല, ഞാൻ അവർക്ക് സേവനം ചെയ്യാനാണ് പോയിട്ട് വന്നത് കേട്ടോ. ഇനിയിപ്പോ ചോർന്ന വന്നല്ലേ, അത് കഴിയുമ്പോ ഇനി ഓടുമല്ലോ സേവിക്കാൻ. അന്നേരം ഒന്നും കിട്ടാനൊന്നും പോണില്ലല്ലോ. എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊന്നും കാണാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. പിന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരെല്ലാം ഇങ്ങനെ കണ്ട് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളാണ് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത്. അവന്റെ മുമ്പിൽ നിന്ന് ഇറക്കണം, അല്ലെങ്കിൽ അവർക്ക് കനിവ് തോന്നണം. ഓ എന്റെ കർത്താവേ, ഇനിയുള്ള ചെറുക്കന്മാരെങ്കിലും പെണ്ണ് കെട്ടുമ്പോ ഇതുപോലെ ആംഗളമാരുള്ളടത്ത് കെട്ടരുതേ. നിങ്ങൾ നന്നാവൂല. എനിക്കിപ്പോ എന്തടി കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യോ, നാട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിക്കണം മനുഷ്യൻ. ഞാൻ എന്തെങ്കിലും പരാതി പറയാറുണ്ടോ നിങ്ങളോട്? അങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റാറുണ്ടോ? ഇത് നിനക്ക് തങ്കം, നീ ഇങ്ങനെ വളച്ചെട്ടാതെ കാര്യം എന്താ വെച്ചാൽ എന്നോട് പറ. ഞാൻ പറയാം. ഈ ജമന്തി അമ്മയുടെ കുഞ്ഞമ്മേരെ പാല് കാച്ചില്ലേ, അപ്പൊ അതിന് ഉടുക്കാൻ വേണ്ടി ജമന്തി അമ്മ ഓൺലൈനിൽ നിന്ന് ഒരു സാരി ബുക്ക് ചെയ്ത് അതിപ്പോ അമ്മയ്ക്കും വേണോന്ന് രാവിലെ തൊട്ട് തുടങ്ങിയത് അതിനുള്ള വരക്ക്. ഓ അതാണ്. അതിപ്പം നിന്റെ നാത്തൂനല്ലേ, നാത്തൂന്റെ അടുത്ത് പറഞ്ഞ് നിനക്കൂടെ ഒരെണ്ണം കൊണ്ട് ബുക്ക് ചെയ്തുകൂടായിരുന്നു. എന്റെ നാത്തൂനായിട്ട് കാര്യമുണ്ടോ? എന്റെ ഭർത്താവിന് കഴിവ് വേണം, നട്ടല് വേണം. അയ്യോ, നാത്തൂനും പിന്നെ ചക്കര അടയല്ലേ, പകുതിക്ക് പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും എടുപ്പും കൊടുക്കുമല്ലേ. പിന്നെ എന്ത് പറ്റി ഇപ്പൊ സാരിയുടെ കാര്യം? എന്തായാലും എന്റെ കെട്ടിയാനുള്ള വിഷമമൊന്നും അവർക്കുണ്ടാവൂലല്ലോ. ഓ പിന്നെ നിനക്ക് ഞാൻ പറയുമ്പോ സാരി വാങ്ങിച്ചോണ്ട് തരാടി. അയ്യോ, അല്ലെങ്കിൽ അങ്ങ് മേടിച്ചങ്ങ് തന്നേക്കുമല്ലേ എനിക്ക് സാരി. ചോദിച്ചോട്ടെ, നിനക്കിപ്പോ ഉടുക്കാൻ ഈ അലമാരിക്കകത്ത് സാരിയല്ലേ അതെല്ലാം? അയ്യോ, ഒരിടത്ത് എടുത്ത സാരി നീ വേറെ എടുത്ത് ഉടുക്കൂലേ? നീ ഇന്നാള് ബാങ്കിൽ എടുത്തോണ്ടോ എന്ത് നല്ല സാരി, അതെടുത്ത് അങ്ങോട്ട് എടുത്തൂടെ? അത് ഞാൻ കത്തിച്ചു കളഞ്ഞു. നിനക്ക് കത്തിക്കാല്ലോ, നീ കല്യാൺ സിൽക്സിന്റെ ചെറുമോളല്ലേ. നിങ്ങൾ ഒരു സാരി മേടിക്കാൻ കല്യാൺ സിൽക്സിലൊന്നും ജനിക്കണമെന്നൊന്നുമില്ല. അതിന് കെട്ടിയാനും അന്തസ്സുണ്ടായാ മതി. നിന്റെ കെട്ടിയാണ് ഇപ്പൊ ഇത്ര അന്തസ്സേ ഉള്ളൂ. ദൈവമേ, ഏത് നേരത്താണോ ഈ മനുഷ്യന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഏതോ ദുർബല നിമിഷത്തിൽ എനിക്ക് തോന്നിയ ഒരു അബദ്ധം, അത്ര ഞാനും കണ്ടിട്ടുള്ളത്. എനിക്ക് സാരി വേണം, അത് മൊബൈലിൽ നിന്ന് തന്നെ വേണം. എന്നാ മൊബൈല് ഇതിൽ നിന്ന് നിനക്ക് സാരി എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ, എനിക്ക് മാജിക് അറിയില്ല. കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഓരോ അവളുമാരെ അത് ഇതും കാണിച്ച് അതിനെന്തെങ്കിലും തുള്ളാൻ നിന്നോളണം. ബാക്കിയുള്ള സ്വസ്ഥത കെടുത്താനായിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെയുണ്ടോ? കുറേയൊക്കെ ഒന്ന് അടങ്ങണം. ഇത് കണ്ടോറിനെ ഇവിടെ വളരെയാണ്. ഇവിടെ കടകളുണ്ടല്ലോ, എത്രയോ കടയുണ്ട്. അവിടെ കർത്താവേ മടുത്ത്. നീ എന്തിനാ പോന്നെ? ഊണ് കഴിക്കാൻ കഴിച്ചു. എന്നാ നീ നിന്റെ ജോലിയൊക്കെ പോ. കുറെ അവന്മാരും അവളുമാരും കാരണം ബാക്കിയുള്ള സ്വസ്ഥത പോയിക്കാൻ. കാര്യം ഒരു കാര്യമില്ല. അവിടെ ഭ്രാന്തുണ്ടടാ? അതേടാ, എനിക്ക് ഭ്രാന്താണ്. ഇത് ഭ്രാന്താലയാണല്ലോ, പിന്നെ എങ്ങനെ ഭ്രാന്ത് വരാതിരിക്കും? അതുകൊണ്ടല്ലേ കണ്ടന്റൊക്കെ വായിരിക്കണത് കേട്ട് ഈ അച്ചു വിട്ട് ഞാൻ കിടക്കണത്. ഏട്ടനൊന്ന് പോയി കേട്ടോ, അതൊക്കെ അവരുടെ കുടുംബകാര്യല്ലേ. ഞാൻ ഈ ബഹളം കേട്ട് എന്താണ് ചോദിച്ചു. അപ്പൊ ഇത്ര ചൂടാവേണ്ട കാര്യം എന്താണ്? ഞാൻ എന്റെ ഭാര്യയായിട്ട് വഴക്കിടുന്നതിന് നിന്റെ അനുവാദം വാങ്ങണോ ഞാൻ? നീ ചൂടാവണമെന്നുണ്ടോ? ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചോട്ടെ ആവാമോ എനിക്കത്? അനുവാദം തരണേ. ഞാനൊരു കാര്യം പറയാം, നീ വെറുതെ കിടന്ന് ബളം ഉണ്ടാക്കിയുണ്ടല്ലോ, നിന്നെ ഞാനെടുത്ത് ചൂടുവെള്ളത്തിടും, എന്നിട്ട് പുഴുങ്ങ് എടുത്തിട്ട്. നീ പുഴുങ്ങടാ, എന്നെ പുഴുങ്ങി തിന്നടാ. എന്താ നിനക്കുറിച്ച് എന്താ? നീ അറിയേണ്ട കാര്യമാണെങ്കിൽ നിന്നോട് പറയും, കൂടുതൽ ആരും അന്വേഷിക്കാൻ വരണ്ട. അങ്ങനെ അതെ, ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും അനുവാദം വാങ്ങാൻ ഞാൻ കുറച്ച് വെറ്റിലെ അടക്കേ വാങ്ങിച്ചു ഇവിടെ വെച്ചിട്ടുണ്ട് തമ്പുരാന് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടണ്ട. ഓ വേണ്ട. ഇനി ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ആര് വരണടാ അവിടെ? ഞാൻ വരൂല. എന്റെ പട്ടി മതിയായില്ല, വയറ് നിറഞ്ഞല്ല. എന്തിനാ നീ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടാൻ പോണത്? ഈ ഒച്ച കേട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചു. അതിന് ഇവരുടെ തോളി കുതിരേണ്ട കാര്യം എന്താണ്? ആ വിചാരം അവർക്കില്ലല്ലോ. അവർക്ക് വഴക്കണത് എന്തെങ്കിലും കാരണം വേണം. നിസ്സാര കാര്യം മതി. ഏട്ടനൊന്ന് പോവാൻ ഓരോ ആവശ്യത്തിന് ഞാനല്ലേ സഹായിക്കുന്നത്. അപ്പൊ എനിക്ക് ഇടപെടണ്ട. സഹായിച്ച കാര്യങ്ങളൊന്നും പറയണ്ട എന്റെ പൊന്നു മോനെ. എന്താണ് നിന്നെ സഹായിക്കാറില്ലേ? നീ നിന്റെ സർക്കാർ ജോലിയും ഭാര്യനെ കെട്ടിപ്പിടിച്ച് ജീവിച്ചോ. നമ്മളെയൊക്കെ വിട്ടേക്ക്. ഏട്ടൻ പോയി കേട്ടാ. ഒരു വലിയ ജോലിക്കാരന്റെ ഭാര്യ ലോകത്ത് അവര് മാത്രമല്ലേ ഉള്ളൂ. നീ എന്നത് പറഞ്ഞോടി, നീ എന്നത് പറയണം. പറയും. മനുഷ്യരാരും കണ്ടിട്ടില്ലല്ലോ. നാത്തൂനെ എന്താ നാത്തൂനെ പ്രശ്നം? എന്താ എന്നെ നോക്കി പേടിപ്പിക്കണം? എന്തിനാ? ഞാൻ എന്താണ് ചെയ്ത പോലെ? നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. അതെ
ഇത് നാളത്തെ മീറ്റിങ്ങിന് ബാക്കിയെല്ലാം ഓക്കെ. ആ ആ അല്ലോ ശരി 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 ഓക്കെ 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 ഞാൻ വിളിച്ചോളാം. എപ്പോഴും തീറ്റയല്ലേ എടി നിനക്ക്? കണ്ടടേ ഇതെന്താന്ന് പറയാമോ? ഒരു നാട ഏ? ഒരു നാട അല്ല അല്ലേ ബോണ്ട പോണ്ടല്ല അല്ല. ബെജി ഉം, ഉം. പിന്നെന്താ? ഇത് നിനക്ക് ഇഷ്ടമുള്ള സാധനമല്ല. ഇത് എന്റെ തങ്കത്തിന് ഏറ്റവും ഇഷ്ടമുള്ള അയ്യ അതായിരുന്നു. നിന്റെ അമ്മയുടെ ദേഷ്യം മാറിയില്ലേ? എൻ്റെ അടുത്ത് ഉപദേശം. അത് എനിക്ക് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം വേണം. ചോറ് വേണമെങ്കിൽ എടുത്തു കൊടുക്കടി, അടുക്കളയിൽ ഇരിപ്പുണ്ട്. ഞാനാ എന്നും അവളല്ലല്ലോ എടുത്തു തരണത്, നീയല്ലേ എടുത്തു തരണത്. എനിക്കിനിയിപ്പോ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അമ്മ എന്തോന്ന് തങ്കം ഇത്, കൊച്ചു പിള്ളേരെ പോലെ. നീ ഇപ്പോഴാ സാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേണ്ട, ഒരു 3 ദിവസം കൂടെ കഴിയുമ്പോൾ എനിക്ക് ഇച്ചിരി പൈസ വരാണ്ട്, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും കൂടെ പോയി സിറ്റി കാണുന്ന എല്ലാ കടകളിൽ നിന്നും ഈ കുറേ സാരി അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് പാലായിൽ കൊണ്ടുവന്ന് കൊടുക്കുക. മാറങ്ങോട്. എൻ്റെ ജമന്തി മാമി ഉണ്ടല്ലോ, എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ചുട്ടിക്കൂട്ടും. ഒരു കാര്യം ചെയ് മക്കളേ, എന്നാ ഈ മൊബൈൽ എടുത്ത് ഞാൻ അതിനകത്ത് നിങ്ങൾ നെറ്റ് നോക്കിയിട്ട് ഇഷ്ടമുള്ള സാരിയാ ബ്ലൗസാ ചുരിദാറാ എന്ത് വേണമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും. അമ്മ വാ വാ ബാക്കിയുള്ള സമാധാനം കിട്ടും. യാ ഓക്കേ വാ സെലക്ട്